ഗുജറാത്തിലാണല്ലോ BJP-യുടെ സമ്പൂർണ്ണമായ അധികാരമുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നും പറയാനില്ലാതെ വെറുതെ ഇവ കേരളത്തിൽ വന്നിരുന്ന് രാഷ്ട്രീയം പറയുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. ഇത് പിന്നെ ഈ പറയുന്ന ജനന സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ മറ്റു പല സർട്ടിഫിക്കറ്റുകളും വെച്ചിട്ട് ഇത് തുടങ്ങാമല്ലോ, ഈ കാര്യങ്ങൾ തുടങ്ങാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ നീ പറയുന്നതിനിടയ്ക്ക് പറയണ്ട, ആവശ്യമില്ലാതെ ഷൈൻ ചെയ്യരുത് കേട്ടോ. ബംഗ്ലാദേശിൽ നിന്ന് നിരന്തരമായി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതിന് എത്ര തെളിവുകൾ കാണിച്ചു തരാം? BSF-ന്റെ ഈ കഴിഞ്ഞ 2 ദിവസത്തെ ട്വീറ്റ് ഒന്ന് എടുത്ത് നോക്ക്. അപ്പോൾ ഇത്തരം വളരെ കൃത്യമായി NRC നടപ്പിലാക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടും ഇത്തരം വിദേശ പൗരന്മാർ അനിയന്ത്രിതമായി ബോർഡറിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ കടന്നു വരികയും ഇവിടെ കടന്ന് അക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, മറ്റു രാജ്യങ്ങൾ ചെയ്ത പ്രശ്നമില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പാസ്പോർട്ട് അടക്കമുള്ള ഡോക്യുമെന്റുകൾ എങ്ങനെയാണ് പൗരത്വ രേഖയല്ല എന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ 10 15 ഉണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഒരു രാജ്യത്തിന്റെ അസ്തിത്വം കണക്കാക്കണമെങ്കിൽ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഇവിടെ 2 ലെജിസ്ലേഷൻ ഉണ്ട്. അത് രണ്ടിനും തമ്മിൽ പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. പക്ഷെ അതെല്ലാം ഇന്ന് ഭരിക്കുന്ന സർക്കാരിന്റെ മാത്രം ഒരു അനാസ്ഥയാണെന്നോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനെതിരെയാണെന്നോ മാത്രം. ഒരൊറ്റ കാര്യം കൂടി ദയവായി ഈ രാജഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ പാസ്പോർട്ട് റിജക്ട് ചെയ്തെന്നുള്ളത് പാസ്പോർട്ട് ഓഫീസ് അയച്ചിട്ടുണ്ട്. ദ പോലീസ് വെരിഫിക്കേഷൻ ഹാസ് ബീൻ ഹാവിംഗ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. പേരില്ലാന്നുള്ളതാണ് പ്രധാന കാരണം. ഓക്കേ, വിട്ടേക്കോ. അയ്യോ കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ